പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട്. ഇന്നത്തെ നമ്മുടെ ചിന്ത മുന്നിലുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസ ജീവിതയാത്രയിൽ പുറകോട്ട് നോക്കരുത് എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമുള്ള വിഷയമാണ്. ലോത്തിൻ്റെ ഭാര്യ സോദോമിൽ നിന്ന് പുറത്തു വരുവാൻ ദൂതന്മാർ സഹായിച്ചെങ്കിലും ഓടിയെത്തുവാൻ തനിക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? തന്നെ സ്വാധീനിച്ചതും തന്നെ നിയന്ത്രിച്ചതും തനിക്ക് പ്രാധാന്യമെന്ന് തോന്നിയതും പുറകിലുള്ള വിട്ടുപിരിഞ്ഞ ദേശത്തെക്കുറിച്ചുള്ള കാഴ്ചകളും കാഴ്ചപ്പാടുകളും ലോത്തിൻ്റെ ഭാര്യയെ ഒത്തിരി സ്വാധീനിച്ചു. പ്രിയരെ, നിങ്ങൾ മുൻപോട്ട് പോവുകയാണ്. മുൻപോട്ട് പോകുന്ന നിങ്ങൾ ഇന്നലത്തെ, പുറകിലത്തെ, പണ്ടത്തെ ഇന്നലകളിൽ നിങ്ങളെ സ്വാധീനിച്ച പല വിഷയങ്ങളും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും അത് സ്വാധീനിക്കുന്നുവെങ്കിൽ നാളുകളിലുള്ള ദൈവിക പദ്ധതിയിൽ, വാഗ്ദത്തങ്ങളിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അത്യധികമായ ഹിതത്തിൽ ഒരിക്കലും എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. എന്താണ് നമ്മുടെ ദൂത്? പിൻപിലുള്ളതിനെ മറക്കുക. ഇവിടെ അപ്പോസ്തലൻ പൗലോസ് തൻ്റെ ജന്മനാലുള്ള അവകാശങ്ങൾ, അല്ലെങ്കിൽ പൈതൃകമായി തനിക്ക് ലഭിച്ച അംഗീകാരങ്ങൾ, പ്രശംസകൾ, സമൂഹത്തിലുള്ള തനിക്ക് സ്ഥാനീയതകൾ, മതപരമായുള്ള തൻ്റെ നേട്ടങ്ങൾ, ജന്മസ്വത്വമായി തനിക്ക് ലഭിച്ച പദവികൾ, അപ്പോൾ തന്നെ ന്യായപ്രമാണം സംബന്ധിച്ച് തനിക്കുണ്ടായിരുന്ന ഔന്നത്യങ്ങൾ, തൻ്റെ സ്വന്തം മതത്തിലെ മറ്റു പലരെക്കാളും തനിക്ക് അവകാശപ്പെടാൻ കഴിയുന്ന താൻ സ്വായത്തമാക്കിയ തൻ്റേതായിട്ടുള്ള കഴിവുകൾ, ഈ കഴിവും ഈ പ്രാപ്തിയും ഈ അവകാശവാദങ്ങളും ഈ അധികാരങ്ങളും ഈ നേട്ടങ്ങളും ഈ മേന്മയായിട്ടുള്ള പ്രശംസനീയമായ വിഷയങ്ങളും തന്നെ ഉന്നത സ്ഥാനീയനായി നിർത്തിയിരിക്കുന്ന തൻ്റെ എല്ലാ മതപരവും സാമൂഹികവും ദേശീയപരവും വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാവിധമായ ഉന്നതികളെയും വലിച്ചെറിയുവാൻ, വേസ്റ്റ് കോട്ടയിലേക്ക് കൊണ്ട് ഡംപ് ചെയ്യുവാൻ, എല്ലാം ഉപേക്ഷിച്ച് ചപ്പന്നും ചവർന്നു വെണ്ണുവാൻ, എല്ലാത്തിനെയും വിട്ടുകളയുവാൻ, എന്നേക്കുമായി തനിക്ക് അനുകൂലമായിരുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കുവാൻ, ഉപേക്ഷിക്കുവാൻ, വേണ്ട എന്ന് വെക്കുവാൻ, തിരസ്കരിക്കുവാൻ തയ്യാറായ അപ്പോസ്തലന് മാത്രമേ മുൻപിലേക്ക് ഓടുവാൻ കഴിയൂ. ലോത്തിനെയും ഭാര്യയെയും മക്കളെയൊക്കെ ദൂതൻ സോദോമിൽ നിന്ന് പുറത്താക്കി. അവർ ഉള്ളിലുള്ള സോദോമിനെ എടുത്തു കളയുവാൻ ദൂതന് പോലും കഴിയത്തില്ല. അതുകൊണ്ടാണ് ലോത്തിന്റെ ഭാര്യ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഇന്നലകൾ, ആ ദേശത്തിൻ്റെ ലൗകികതകൾ, ആഡംബരങ്ങൾ, സ്വാധീനങ്ങൾ, ശക്തികേന്ദ്രങ്ങൾ മോഹിപ്പിക്കുന്നത്, അവൾക്കൊരിക്കലും മറക്കുവാൻ കഴിയാത്ത, അവൾ വിട്ടിട്ടും അവളെ വിടാത്ത ആ ദേശത്തിൻ്റെ സകലവിധമായ ഇമ്പങ്ങളുടെ, ഇഷ്ടങ്ങളുടെ, താല്പര്യങ്ങളുടെ ശക്തികേന്ദ്രങ്ങൾ ആ സഹോദരിയെ വീണ്ടും അവിടെ പിടിച്ചു നിർത്തുവാൻ, പുറകോട്ട് തിരിഞ്ഞു നോക്കുവാൻ അവൾക്ക് പ്രേരണ നൽകി. കാലുകൾ മുൻപോട്ട് പോവുകയാണ്, പക്ഷെ മനസ്സും ശരീരവും ചിന്തകളും ഓർമ്മകളും താല്പര്യങ്ങളും എല്ലാം പുറകോട്ടാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിളി സിയോനിലേക്കാണ്, പുതിയ യെരൂശലേമിലേക്കാണ്, നിത്യതയിലേക്കാണ്, മഹത്വത്തിലേക്കാണ്, തേജസ്സിലേക്കാണ്. എന്നാൽ അതിൽ നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന നിങ്ങളുടെ ഇന്നലകൾ, അത് പാരമ്പര്യങ്ങളാകട്ടെ, സൗഹൃദങ്ങളാകട്ടെ, ഈ ലോകത്തുള്ള നിങ്ങളുടെ മനോഭാവമാകട്ടെ, മറ്റ് ഇഷ്ടാനിഷ്ടങ്ങളാകട്ടെ, നിങ്ങൾ ഉന്നതമെന്ന് കാണുന്ന മറ്റെന്തുമാകട്ടെ, പ്രിയമുള്ളവരെ, ഭാവിയുടെ വാഗ്ദത്തങ്ങളിലേക്ക്, കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്ത കനാനിലേക്ക്, വ്യക്തിപരമായി നിങ്ങൾ കേട്ട പ്രവചന ദൂതുകളുടെ വാഗ്ദത്തത്തിലേക്ക് നിങ്ങൾ ചെല്ലുന്നതിന് അപ്രകാരമുള്ള ഇന്നലകൾ, നിങ്ങൾക്ക് മറക്കുവാൻ കഴിയാത്ത പലതും, ഇപ്പോഴും നിങ്ങളെ സ്വാധീനിക്കുന്ന പല വിഷയങ്ങളും, പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഓട്ടത്തിൻ്റെ വേഗതയെ കുറയ്ക്കുന്നു. എന്നാൽ ഇന്ന് അപ്പോസ്തലൻ പൗലോസിൻ്റെ ഈ ചിന്തകൾ നമുക്ക് മുൻപോട്ട് പോകാൻ നിശ്ചയമായും സഹായകരമായി തീരട്ടെ. പിൻപിലുള്ളതിനെ മറക്കാതെ നിങ്ങൾക്ക് മുന്നിലുള്ളത് പ്രാപിക്കുവാൻ കഴിയത്തില്ല. എബ്രായ ലേഖന കർത്താവ് പറയുന്നു 12-ാം അധ്യായത്തിൽ, മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം. 11-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ, വിശ്വാസ വീരന്മാർ കാണാത്ത, പൂർവികരായിട്ടുള്ള പഴയ നിയമ ഭക്തന്മാർക്ക് വെളിപ്പെട്ട് കിട്ടാത്ത എന്തോ ഒന്ന് മുമ്പിൽ വെച്ചിട്ടുണ്ട്. ആ സന്തോഷമോർത്ത് ഏറ്റവും ശ്രേഷ്ഠമായതാണ് നാളുകളിൽ ലഭിക്കാനുള്ളത്. ദൈവം നമുക്കൊണ്ട് ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. അത് മറ്റൊന്നുമല്ല, ഈ ഇത്ര വലിയ രക്ഷയാണ്, ഈ യേശുവിനെയാണ്, ഈ ക്രൂശാണ്, ഈ സുവിശേഷമാണ്, ക്രിസ്തുവിൻ്റെ ബലിമരണത്താലുള്ള വീണ്ടെടുപ്പാണ്, രക്തത്താലുള്ള പാപമോചനമാണ്. യേശു നമുക്ക് വേണ്ടി ഒരുക്കിയ പുതുവഴിയാണ്, മഹത്വത്തിലേക്കുള്ള ഈ ജീവന്റെ വഴിയാണ്, തേജസ്സിന്മേൽ തേജസ്സിലേക്കുള്ള നിങ്ങളുടെ വിശുദ്ധ വിളിയാണ്, നിത്യജീവന്റെ അവകാശമാണ്, ഈ മരണാനന്തരമായ ജീവിതമാണ്, സ്വർഗത്തിലെ ഏറിയ പ്രതിഫലങ്ങളാണ്. പ്രിയമുള്ളവരെ,
അതുകൊണ്ടാണ് 12-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുമ്പോൾ മുൻപിലേക്ക് ഓടുക, യേശുവിനെ നോക്കുക. എന്താണ് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്? ഒരു ഓട്ടക്കാരൻ ഒരിക്കലും പുറകോട്ട് നോക്കുവാൻ പാടില്ല. അവൻ്റെ ലക്ഷ്യവും ലഭിക്കേണ്ട പ്രതിഫലവും മുൻപിലാണ്. യേശുവിനെ മുന്നിൽ നിർത്തിയിരിക്കുന്നു. യേശുവിനെ മാത്രം നോക്കുക, ആ യേശുവിനെ നാം ശ്രദ്ധിച്ചു നോക്കുക. അതെ, യേശുവിനെ കാണുന്നതിന് തടസ്സമായിരിക്കുന്ന എല്ലാ ഭാരവും, അതിനേക്കാൾ വലുതായ മുറുകെ പറ്റുന്ന സകല പാപവും, എല്ലാ തടസ്സങ്ങളും, എല്ലാ ഓർമ്മകളും, നമ്മെ സ്വാധീനിച്ചിരിക്കുന്ന എല്ലാവിധമായ ഇന്നലകളുടെ ഭാണ്ഡക്കെട്ടുകളും എടുത്തു മാറ്റി ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ, പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവാൻ, വിരുദ് പ്രാപിക്കുവാൻ ഓടിയെത്തുവാൻ, വീണുപോകാതെ വിശ്വസ്തനായി ഓടി മുൻപിലെത്തുവാൻ നമുക്കിടയായി തീരട്ടെ. അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. മുൻപിലുള്ളതിലേക്കൊരു നമ്മുടെ ഉത്സാഹത്തോടുള്ളൊരു ഓട്ടം പൗലോസ് പറയുന്നു, ആഞ്ഞും കൊണ്ട് എത്തിപ്പിടിക്കുവാൻ, പഴയതിനെയും ഇന്നലകളെല്ലാം വിട്ടുകൊണ്ട് മുൻപിലുള്ളതിലേക്ക് വേണ്ടിയുള്ള നമ്മുടെ ഒരു ഓട്ടം. പ്രിയമുള്ളവരെ, അതിനെ തടസ്സപ്പെടുത്തൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. മിസ്രൈമിൽ നിന്ന് പുറത്തു വന്ന ഇസ്രായേൽ ജനത്തിന് ഒരു വാഗ്ദത്ത കനാൻ പ്രാപിക്കാൻ കഴിയാതെ വണ്ണം അവരെ തടസ്സപ്പെടുത്തിയത് ഇന്നലകളുടെ ഓർമ്മകളാണ്. അതുകൊണ്ടാണ് പലപ്പോഴും മടങ്ങിപ്പോകുവാൻ അവർ താല്പര്യപ്പെട്ടത്. ഇന്നലത്തെ ഭക്ഷണം, ഇന്നലത്തെ മിസ്രൈം ജീവിതം, മിസ്രൈമിലെ ശവക്കുഴികൾ അടിമത്തമായാലും വേണ്ടിയല്ല, നല്ലൊരു അടക്കം കിട്ടുമല്ലോ. മിസ്രൈമിൽ ഭക്ഷിച്ച ആഹാര പദാർത്ഥങ്ങളെക്കുറിച്ചുള്ള ഇപ്പോഴും അടങ്ങാത്ത ആവേശം. അവരുടെ ലക്ഷ്യം കനാനോ ദൈവത്തിൻ്റെ വാഗ്ദത്തമോ അല്ല, അവരുടെ ലക്ഷ്യം ഇന്നലകളിലെ മിസ്രൈമായിരുന്നു. ഞാൻ ഇങ്ങനെ പറയാം, ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനം പുറത്തു വന്നെങ്കിലും പഴയ മിസ്രൈം സ്വഭാവം വിടുവിക്കപ്പെട്ട ജനത്തെ കൊന്നു, ഇല്ലാതാക്കി, നശിപ്പിച്ചു. ഫറവോന് നശിപ്പിക്കാൻ കഴിയാത്ത ഇസ്രായേലിനെ മിസ്രൈമിന്റെ സ്വഭാവം തകർത്ത് കളഞ്ഞു. പ്രിയമുള്ളവരെ, ഈ ദൂത് വളരെ ഗൗരവമാണ്. രൂത്തിന്റെ പുസ്തകത്തിൽ കാണുന്ന ഓർപ്പ ഇന്നവൾ ഒരു ഓർമ്മയായിട്ട് മാത്രം അവശേഷിച്ചിരിക്കുകയാണ്. കാരണം അവൾ അവിടെ പഴയ മതത്തിലേക്ക്, പഴയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അവൾ മടങ്ങിപ്പോയി. പക്ഷേ രൂത്ത് ഇന്നലകളെ വിട്ടുകൊണ്ട്, അവിടെ ആചാരങ്ങളെയും പാരമ്പര്യങ്ങളെയും ദൈവങ്ങളെയും വിട്ടുകൊണ്ട് ഈ നവോമിയുടെ പിന്നാലെ ബേത്ലഹേമിലേക്ക് നടന്നു വരുന്നത് അനുഗ്രഹത്തിലേക്കാണ്, പുതിയ ജീവിതത്തിലേക്കാണ്, പുതിയ വീണ്ടെടുപ്പുകാരുടെ അടുക്കിലേക്കാണ്, കൊയ്ത്തിലേക്കാണ്, ഒരു യജമാനത്തിയായിട്ടാണ് വരുന്നത്. പുതിയ ജനനത്തിലേക്ക് അവൾ പ്രവേശിക്കുന്നു. ഓർപ്പയുടെ ചരിത്രം ഞാനിപ്പോൾ ഓർമ്മിപ്പിച്ചപ്പോഴാണ് നിങ്ങൾ ഓർക്കുന്നത്. രൂത്ത് യഹൂദന്മാരുടെ വംശാവലി മത്തായി സുവിശേഷകൻ എഴുതിയപ്പോൾ മോവാബിൻ്റെ ശാപത്തെ പൊട്ടിച്ചുകൊണ്ട് ആ സ്ത്രീ താണ് യേശുവിൻ്റെ വലിയ വലിയമ്മച്ചിയുടെ നിരയിലേക്ക് രൂത്തും എത്തിയിരിക്കുന്നു. യേശു കർത്താവ് ശിഷ്യത്വത്തിൻ്റെ വിളി നിയോഗമായി വെളിപ്പെടുത്തിയപ്പോൾ ഒരുവൻ പറയാണ്, ഞാൻ മുമ്പേ പോയി അപ്പനോട് അനുവാദം ചോദിക്കട്ടെ. എന്നാണ് കർത്താവിൻ്റെ മറുപടി? കലപ്പയ്ക്ക് കൈവച്ച ശേഷം തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. യഥാർത്ഥത്തിൽ ശിഷ്യത്വത്തിൻ്റെ വിളി തന്നെ ജനിപ്പിച്ച അപ്പനെ വിട്ടിട്ട് ആ അപ്പനേക്കാൾ അധികം മറ്റൊരു പിതൃത്വത്തെ അന്വേഷിക്കുന്നതാണ്. ദൈവരാജ്യത്തിന് വിളി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ പഴയതിലേക്ക്, പ്രാകൃതമായതിലേക്ക്, ഇന്നലകളിലേക്ക്, സ്വന്തം കുടുംബത്തിലേക്ക്, അവനിലേക്ക് മടങ്ങിപ്പോവാൻ കഴിയത്തില്ല. മുൻപോട്ട് പോകുവാൻ, നീ പോകുന്ന ഈ യാത്രയിൽ ബാക്കിയുള്ളവരെല്ലാം നിന്റെ പുറകെ വരും. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുവാൻ അനുവാദമില്ല. ഇന്നത്തെ ദൂത് നമ്മുടെ എല്ലാവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു.